ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ, അത് ശരിക്കും യഥാർത്ഥത്തിൽ പോസിബിൾ ആണോ, ഇതിന് എന്തൊക്കെയാണ് സൊല്യൂഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ നമ്മൾ പറയുന്നത്. ശരിക്കും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയും വലിയ സ്ട്രാറ്റജികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. കാരണം അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ട്രേഡിങ്ങിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ശരിക്കും പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ട്രേഡിങ് എനിക്ക് ഒരു കരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ ഇത് യഥാർത്ഥത്തിൽ പറ്റുന്നുണ്ടോ? കാരണം ഒരുപാട് ആളുകൾ ചിലപ്പോൾ 1-2 വർഷം ട്രേഡ് ചെയ്തിട്ടും അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയാത്തതുകൊണ്ട് വരുന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു കാരണം ആദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. ശരിക്കും നമ്മുടെ മനുഷ്യരുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ആ സമയം ഉണ്ടായ മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിണാമത്തിലൂടെയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അങ്ങനെ പരിണാമത്തിലൂടെ നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനുഷ്യൻ്റെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത കുറച്ച് കോഡ്സ് ഉണ്ട്. അതായത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ട്രേഡിങ്ങിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്പായ സാഹചര്യങ്ങൾ കൊണ്ട് ബ്രെയിനിലുണ്ടായ കാര്യങ്ങളിലാണ് നമ്മളെ ട്രേഡിങ്ങിൽ നിന്ന് നമ്മളെ ബാക്കൗട്ട് അടിക്കുന്നത്, അല്ലെങ്കിൽ ലോസ് മേക്കേഴ്സ് ആക്കാനുള്ള മെയിൻ റീസൺ ഈ സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും സെബി പറയുന്നത്, എല്ലാ കൊല്ലത്തെ കണക്കെടുത്താലും അറിയാം 95% നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ചില കൊല്ലം പറയും 92, ചില കൊല്ലം 90, ഏതായാലും 90 താഴേക്ക് പോരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം 100 ആളുകൾ ട്രേഡ് ചെയ്യുമ്പോൾ 90 ആളുകളിലധികം ലോസ് തന്നെയാണ് വരുത്തുന്നത്. ഇത് ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത. ബ്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെയിൻ അവോയ്ഡിങ് മെക്കാനിസം എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ ബ്രെയിനിലുണ്ട്. കാരണം നമ്മൾ വേട്ടയാടി മനുഷ്യർ ജീവിച്ച കാലം മുതൽ നമ്മുടെ ബ്രെയിനിലുണ്ടായ ഒരു സെറ്റപ്പാണിത്. അപ്പം നമുക്ക് പേടിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നമ്മളിൽ ആക്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാതിരിക്കാനുള്ള കാരണം. നിങ്ങൾ ഒന്ന് ആലോചിച്ചോ, പലരും ചിന്തിക്കുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധി വേണം എനിക്ക്, അതുകൊണ്ടായിരിക്കാം എനിക്ക് ലോസ് വരുന്നത്. അതൊന്നുമല്ല. ബുദ്ധി വേണം, അല്ലെങ്കിൽ IQ ആണ് ഇതിൻ്റെ ഘടകം എന്നുണ്ടെങ്കിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് കരുതപ്പെടുന്ന സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടായിക്കൂടെ. അവർ ചിലപ്പോൾ 1-2 മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് അവർക്കും ഇത് പോസിബിൾ അല്ല? അതായത് ബുദ്ധിയല്ല ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ ഈ ഒരു മെക്കാനിസം കൊണ്ട് നമുക്ക് ട്രേഡിങ്ങിൽ പെട്ടെന്ന് പൈസ നമുക്ക് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ നമുക്ക് കിട്ടുമ്പോഴോ നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യം ഡെവലപ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ലോസ് മേക്കേഴ്സ് ആവുന്നത്. ഓക്കെ, അതും ഒരു റീസൺ. പിന്നെ വേറെ ഒരു മെയിൻ റീസൺ നമ്മുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ഉണ്ട്. വിഷ്ഫുൾ തിങ്കിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രേഡിൽ എടുത്ത് എൻ്റർ ചെയ്തു, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ടാർഗറ്റിലേക്ക് പോയിട്ട് 100 പോയിൻ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യം, എനിക്ക് ഇന്നത്തെ ദിവസം 1000 രൂപ ലോസ് ആണല്ലോ, ശരിക്കും ഇന്ന് എനിക്ക് 5000 കിട്ടേണ്ടതായിരുന്നു, മാർക്കറ്റ് 100 പോയിൻ്റ് വരെ മുകളിൽ പോയില്ലേ, 100 പോയിൻ്റ് വരെ എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര പോയി അതുവരെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എനിക്ക് അതുവരെ പോയിരുന്നെങ്കിൽ 5000 കിട്ടിയേനെ. ഈ ഒരു വിഷ്ഫുൾ തിങ്കിങ് അടുത്ത ദിവസത്തേക്കും നമ്മുടെ ട്രേഡിങ്ങിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും നമുക്ക് ഇത്തരം ഒരുപാട് SL അടിച്ചാൽ നമ്മൾ വീണ്ടും ട്രേഡ് അടുത്ത ദിവസം എടുക്കാനുള്ളൊരു ഒരു തിങ്കിങ്, ഈ ഒരു വിഷ്ഫുൾ തിങ്കിങ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്. ഇത് ഭയങ്കര വില്ലനാണ് ഈ വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എപ്പോഴാണ് വിഷ്ഫുൾ തിങ്കിങ് വരുന്നത് അത് വലിയ പ്രശ്നമാണ്. അത് നമ്മളെ റിവെഞ്ച് ട്രേഡിൻ്റെ ഒക്കെ തുടക്കം അവിടെ ആയിരിക്കും. നമുക്ക് ഇന്ന് ഇത്ര പോയിരുന്നു, ഇന്നലെ എനിക്ക് എടുത്തിരുന്നെങ്കിൽ ഇത്ര കിട്ടിയിരുന്നു എന്ന് കരുതുമ്പോൾ നാളെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഒന്നുകൂടെ എടുത്ത് നോക്കും. SL അടിക്കുമ്പോൾ പിന്നെ ഒന്നുകൂടെ എടുത്ത് നോക്കും. അങ്ങനെ എടുത്ത് വലിയ ഓവർ ട്രേഡ് ചെയ്തിട്ട് വലിയ സംഖ്യ അവസാനം നഷ്ടപ്പെടുത്തും. അതാണ് നമ്മളെ എല്ലാ മനുഷ്യരിലുള്ള ഒരു റെബലിയസ് ചൈൽഡിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ പുറത്തേക്ക് എടുക്കും. നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ഇന്ന് തന്നെ കവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ എന്നല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട് സംഭവം തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നമാണ് ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതണം. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്.
ഞാൻ പറയാൻ പോകുന്നത് ഇതിനുള്ള സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ഇതിൽ യഥാർത്ഥത്തിൽ മാർക്കറ്റിലെ കുറച്ച് സത്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻസും ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ശരിക്കും പ്രോഫിറ്റബിൾ ആവണം എന്ന് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എന്താണ് ഒരാളെ പ്രോഫിറ്റബിൾ ആക്കുന്നത്. ഒരു സ്ട്രാറ്റജിയോ ഒരു വിൻ റേഷ്യോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ 50% ആളുകൾ പ്രോഫിറ്റബിൾ ആവണ്ടേ. കാരണം 50%, അതുപോലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ച് നോക്കും നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ, മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നും പറയും, നിങ്ങൾ താഴേക്ക് പോകുമെന്ന് പറഞ്ഞു ട്രേഡ് എടുക്കുക. ഇതിൽ മാർക്കറ്റ് 2-1 സംഭവിക്കുള്ളൂ. അപ്പം ഈ ട്രേഡ് ചെയ്യുന്ന 100 ആളുകളിൽ 50 ആൾ വിജയിക്കാനും 50 ആൾ പരാജയപ്പെടാനുള്ളൊരു പ്രോബബിലിറ്റിൻ്റെ കണക്കനുസരിച്ച് സാധ്യമാവുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 95 അല്ലെങ്കിൽ 90% ആൾക്കാർ എന്നിട്ട് നഷ്ടം വരുത്തുന്നത്? മാർക്കറ്റ് ഒന്നുകിൽ മുകളിലേക്ക് പോകും, ഒന്നുകിൽ താഴേക്ക് പോകും. പകുതി ആൾ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പകുതി ആൾ താഴേക്ക് വന്നാലും 50-50 കിട്ടണ്ടേ. പക്ഷേ എന്നിട്ടും 95ലേക്ക് എത്തുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ആ യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഈ മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് മനുഷ്യർ ചിന്തിക്കുക, അപ്പോൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ലോജിക്കലി ഇത്രയും വലിയ ബിഗ് പ്ലേയേഴ്സ് ആ രീതിയിലായിരിക്കും മാർക്കറ്റിൽ അവർ സമീപിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ള ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ഒരു ട്രേഡിലുള്ള റിസ്ക് മാനേജ്മെൻറ്റേ നിങ്ങളെ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുകയുള്ളൂ. ഏത് ട്രേഡിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ മൈൻഡിൽ ഒരു ടിക്ക് സൗണ്ട് നിങ്ങൾ അടിച്ചു നോക്കണം. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ട്രേഡിൽ എൻ്റെ ലോസ് എവിടെയാണ്, എൻ്റെ ടാർഗറ്റ് എവിടെയാണ്. അത് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു ട്രേഡിൽ നിങ്ങൾ കയറുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ആരോടാണെന്നറിയോ? അതായത് ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് വെക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത ആളുകൾ ബേസിക് മുതലേ ആദ്യം അത് ശ്രദ്ധിക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു ട്രേഡ് എടുക്കാത്ത ആളുകളോടല്ലത്. സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ട്രേഡിങ് ചെയ്ത് 1-2 കൊല്ലം ആയ ആളുകൾക്കുള്ള കാര്യമാണത്. തീരെ ട്രേഡിങ്ങിലേക്ക് ബിഗിനേഴ്സ് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തെറ്റായ കാര്യമാണ്. അപ്പോൾ അത് ക്ലിയർ ആവാത്ത ആളുകളോടല്ല ഞാൻ പറയുന്നത്. അത് ക്ലിയർ അല്ലാത്ത ആളുകൾ ആദ്യം നിങ്ങൾ എല്ലാ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് വെച്ച് പഠിക്കണം. അതുപോലെ എല്ലാ ട്രേഡിനും ടാർഗറ്റും വെച്ച് പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ബേസിക് കാര്യം. ഇതൊക്കെ വെച്ചിട്ടും പ്രോഫിറ്റബിൾ ആവാത്തവരോടുള്ളൊരു കാര്യമാണ് പറയണത്. പല ആളുകളും പിന്നീട് കുറച്ച് കാലം മാർക്കറ്റിൽ ഇരുന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെക്കാൻ പഠിക്കും. പിന്നെയും പ്രോഫിറ്റബിൾ ആവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർ പ്രോപ്പറായിട്ടുള്ള റിസ്ക് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവർ 1:10 അല്ലെങ്കിൽ 1:5 അല്ലെങ്കിൽ 1:2 ടാർഗറ്റ് വെക്കുന്ന ആളുകളാണ്. അതുവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരാൾ പറയണ 1 ലക്ഷം രൂപയുണ്ട് ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിൽ ഇല്ല. നിങ്ങളെ ട്രേഡിങ്ങിൽ വിജയിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രോപ്പർ ഒരു ട്രേഡിൽ എടുക്കുമ്പോഴുള്ള റിസ്ക് റിവാർഡ് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിൽ വരുന്ന റിസ്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തുടക്കത്തിൽ ഇതുവരെ ഒരു പൈസ പോലും ഉണ്ടാക്കാത്ത ആളുകൾ ട്രേഡിങ്ങിൽ വരുമ്പോൾ അവർക്ക് എല്ലാം ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ആളുകൾ പേപ്പർ ട്രേഡുകൾ മാത്രം ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ചെറിയ പൈസ സമ്പാദിച്ചതിന് ശേഷം, അത്യാവശ്യം പൈസ സമ്പാദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന റിസ്കിലെത്തുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിങ്ങിൽ റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുവരെ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം ചെയ്യുക, റിയൽ മണി ഇട്ട് ചെയ്യാതിരിക്കുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് കാര്യം തന്നെയാണ്. ഇങ്ങനെ ഈ എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസ്ക്. എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ ഇത്രയും കൊല്ലം എക്സ്പീരിയൻസ് ആയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് ഓരോ ദിവസം എനിക്ക് നഷ്ടപ്പെടുന്ന എമൗണ്ട് എനിക്കൊരു സംഖ്യ അല്ലെങ്കിൽ എനിക്കൊരു വലിയ ലോസായിട്ട് എനിക്കത് തോന്നാറില്ല. അതുപോലെ പ്രോഫിറ്റ് അടിക്കുമ്പോഴും എനിക്ക് ഭയങ്കര അച്ചീവ്മെൻറ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നാറില്ല. എൻ്റെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കാം ഡൗൺ ആയി വന്നിട്ടുണ്ട്. എങ്ങനെ ഓരോ ട്രേഡിലും ഇതെൻ്റെ ഒരു ജോലിയാണ്, എൻ്റെ ജോലിയിൽ നിന്ന് സംഭവിച്ചത് ഇതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അതായത് ഇമോഷണലി വളരെ ലെസ്സായിട്ടുണ്ട് ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ എനിക്ക് പണം നഷ്ടപ്പെടുമ്പോൾ. അങ്ങനെ ഒരു ഇമോഷണലി വളരെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പൈസ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറയുമ്പോൾ സൊല്യൂഷനിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിലെ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ രീതിയിലായിരിക്കണം. നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ചെറിയ എമൗണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1-2% എമൗണ്ട് റിസ്ക് വെച്ചിട്ട് മാത്രമേ ഓരോ ദിവസവും നിങ്ങൾ കളിക്കാൻ പാടുള്ളൂ.
അതുവരെ പേപ്പർ ട്രേഡ് ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ ട്രേഡിലും നമ്മൾ ഇമോഷണലി വളരെ ലെസ് ആയിരിക്കണം. ഈവൻ ടാർജറ്റ് അടിച്ചാലും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും, എന്നാലേ നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രേഡറായിട്ട് മാറുള്ളൂ. പിന്നെ ട്രേഡിങ്ങിനെ ഫുൾ ടൈം ഫോക്കസ് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് അതിലേക്ക് തന്നെ ഇരുന്ന് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അറിവുകളാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ ഓഫീസിലിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയാലും ചാർട്ട് നോക്കുക, വീട്ടിൽ പോയി മാർക്കറ്റ് എവിടെ എത്തി നോക്കുക. അപ്പോൾ 24 hours മാർക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ മാർക്കറ്റൊക്കെ 3:30 വരെ, അല്ലാതെ 24 hours മാർക്കറ്റിലുള്ളതിൽ ആ സമയത്ത് മാർക്കറ്റ് എവിടെ നോക്കുക, ഈ സമയത്ത് മാർക്കറ്റ് എവിടെ നോക്കുക, ഫുൾ ടൈം ചാർട്ടൊക്കെ നോക്കി അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾ എത്രയാണോ നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കാൻ വിചാരിച്ച സമയം, ഒരു ജോലി ചെയ്യുന്ന സമയം, ഒരു 8 മണിക്കൂറോ 7 മണിക്കൂറോ 5 മണിക്കൂറോ 10 മണിക്കൂറോ എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ആ സമയത്ത് 100% കൊടുത്തിരുന്നാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കുറേ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച കാര്യമല്ലേ. സൊല്യൂഷൻ, എനിക്ക് തോന്നിയ സൊല്യൂഷൻസ് ഞാൻ പറയാം. എനിക്ക് ഉപകാരപ്രദമായ ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ എൻ്റെ ലൈവ് ട്രേഡ്സൊക്കെ നിങ്ങൾക്ക് സ്ഥിരം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ഓരോ ലൈവ് ട്രേഡ്സിലും എന്താണ് നിങ്ങളിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളിലേക്ക് ഈ പറഞ്ഞ റിസ്ക് മാനേജ് ചെയ്യുന്നതിൽ തന്നെയാണ് ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ ലോസ് ട്രേഡ്സും എല്ലാം ഞാൻ കാണിക്കുന്നത്, കണ്ടിന്യൂസ് ലോസ് വരുമ്പോഴും കാണിക്കുന്നത്, പ്രോപ്പർ ടാർഗറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്തൊക്കെ കാണിക്കുന്ന നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ് മൈൻഡിൽ എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ ട്രേഡ് സെറ്റപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഉള്ള ട്രേഡ് വരുമ്പോൾ മാത്രം ഞാൻ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാറുള്ളൂ. എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള സെറ്റപ്പിൽ എപ്പോഴാണോ മാർക്കറ്റ് എന്നത് അവിടെ പിന്നെ ഞാൻ നോക്കി നിൽക്കാറില്ല. ആ ഒരു ഏരിയയിലത്തെ ഞാൻ ട്രേഡ് എടുത്തിരിക്കും. ആ സമയത്ത് തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാൻ ഫിക്സും ചെയ്തിരിക്കും. അത് രണ്ടിൽ ഏതാണോ സംഭവിക്കുന്നത് അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ബ്രേക്ക് ഔട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന CPR ആണ്. എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചൊരു സ്ട്രാറ്റജി നിങ്ങൾ സ്വയം ആദ്യം വിലയിരുത്തേണ്ടത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആദ്യം ഈ സ്ട്രാറ്റജിയെ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ ചാർട്ട് നോക്കിയിട്ട് കഴിഞ്ഞൊരു 3 മാസത്തിൽ ഇത് ഓരോ ദിവസവും എത്ര വർഷം വന്നിട്ടുണ്ട്, എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്, എത്ര ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ട്രാറ്റജിയെ നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് ആ സ്ട്രാറ്റജിയിൽ കറക്റ്റ് റിസ്ക്കും മാനേജൊക്കെ ചെയ്തിട്ട്, റിസ്ക്കും പ്രോപ്പറും റിവാർഡും ഒക്കെ മാനേജ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞൊരു 6 മാസത്തിലല്ല 3 മാസത്തിലെങ്കിൽ ആ സ്ട്രാറ്റജിയെ നിങ്ങൾക്ക് എടുക്കാം. ആ സ്ട്രാറ്റജി എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ സ്ട്രാറ്റജി എടുക്കാവൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞൊരു സ്ട്രാറ്റജി മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ നാളെ മുതൽ എല്ലാം ചെയ്യാൻ തുടങ്ങില്ല. സ്വയം നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഫോർവേഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം വല്ല സ്ട്രാറ്റജികൾ എടുക്കുക. അല്ല സ്ട്രാറ്റജി തീരെ ഇമ്പോർട്ടൻസ് അല്ല എന്ന് ഞാൻ പറയുന്നത്, വളരെ ലെസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യം നിങ്ങൾ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് വർക്കിംഗ് ആയ ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഫോളോ ചെയ്ത് നോക്കാം. ഓരോ ദിവസവും നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, എൻട്രി വരുന്ന സമയത്ത് എൻട്രി എടുക്കുകയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഒരു ദിവസം മാക്സിമം എനിക്ക് 2 ട്രേഡാണ്. അതിലപ്പുറത്തേക്ക് ഞാൻ എന്തായാലും ട്രേഡ് ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. ആ 2 ട്രേഡ് എനിക്ക് നഷ്ടം വരികയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഇനി 2 ട്രേഡിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ 3ാമത്തെ ട്രേഡിന് ഞാൻ ചിലപ്പം അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളതാണ് മാക്സിമം. അതേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഞാൻ ഒരിക്കൽ തെറ്റിക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള കാര്യം, ഞാൻ ഈ പറഞ്ഞ സാധനം തെറ്റിച്ചു എന്ന് കരുതുക, പിന്നെ ഞാൻ ട്രേഡറായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം എനിക്കറിയാം. അപ്പോൾ ആ ഒരു സത്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെ അറ്റംപ്റ്റ് ചെയ്യാറില്ല വെച്ചാൽ അത്രക്കും എനിക്കറിയാം അതിന് അത്രത്തോളം ഡീപ്പർ പ്രോബ്ലം ഉണ്ടായില്ല. ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ട് അടുത്ത വീണ്ടും എടുത്ത് പിന്നെ എടുക്കാനൊക്കെ ടെൻഡൻസി വരും എനിക്ക്. അങ്ങനെ എടുത്തോടത്തോളം സമയങ്ങളിലൊക്കെ ഞാൻ വലിയ നഷ്ടങ്ങളിലേ എന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് കൊല്ലങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഫിക്സ് ചെയ്തത്. ചില ആളുകൾക്കത് മാക്സിമം ലോസ് ആയിരിക്കാം. മാക്സിമം ഒരു ദിവസം നിങ്ങളുടെ ക്യാപിറ്റലിൽ 5% 3% ലോസ് വന്നാൽ 2% ലോസ് വന്നാൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യില്ല എന്ന് പ്ലാൻ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം വർക്കിംഗ് ആയൊരു സാധനത്തിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഡോണ്ട് ബിക്കം ഇമ്പൾസീവ് ട്രേഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതാണ് പലരുടെയും വലിയ നാശത്തിന് കാരണമാവുന്ന ട്രേഡിങ്ങിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത്
നമ്മളൊരു സ്ട്രാറ്റജി ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റീൻ്റെ ഒരു ഗെയിമാണ്. അത് അതിൽ ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസി മീൻസ് ഒരു ട്രേഡ്, ഒരു സ്ട്രാറ്റജി ഒന്നും കൺസിസ്റ്റൻ്റ് അല്ല. അത് കൺസിസ്റ്റൻ്റ് ആണെന്നുള്ള, അല്ലെങ്കിൽ അതിൽ ഓവർ കോൺഫിഡൻസ് വരുമ്പോഴുള്ളതാണ് പ്രശ്നം. എത്ര നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുള്ള സ്ട്രാറ്റജി ആയാലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് വിജയവും പരാജയവും 50-50%. ആ കാര്യം ഉറപ്പാണ്. അത് എന്ത് വലിയ, ഇപ്പോൾ ചില ആളുകൾ മാർക്കറ്റിൽ പറയുന്ന കേൾക്കാം, ഞാൻ ഭയങ്കര റിസൾട്ടുള്ള സ്ട്രാറ്റജിയാണ്, ഇതിലെനിക്ക് പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായ ആളുകളാണ് പറയുന്ന കാര്യമാണ്. ഒരു സ്ട്രാറ്റജിയിലും ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞ 10 ദിവസം ട്രേഡിങ് ടാർഗറ്റ് അടിച്ച സ്ട്രാറ്റജി ആണെങ്കിൽ പോലും അടുത്ത ദിവസത്തെ കാര്യം ഒരു ഉറപ്പില്ല. ഇനി 10 ദിവസം SL അടിച്ചാലും അടുത്ത ദിവസത്തെ കാര്യം ഉറപ്പില്ല എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കുക. ഈ ഒരു കാര്യം മൈൻഡിൽ എപ്പോഴും വെക്കുക. അപ്പോൾ എല്ലാ ട്രേഡ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നും നമുക്കറിയാം, ഇതിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ലാഭം വരികയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കല്ലോ നമ്മൾ. പിന്നെ ഇമ്പൾസീവ് ട്രേഡർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു ട്രേഡ് ഇങ്ങോട്ട് ലോസായ ഏറ്റവും കുറേ ആളുകൾക്ക് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല, ആളുകൾ പറഞ്ഞ എനിക്കും സംഭവിച്ച കാര്യം തന്നെയാണ്. ഉടനെ അടുത്ത ട്രേഡ് എടുക്കും ഞാൻ. അതായത് ട്രേഡ് നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് എപ്പോഴും കോൺഫിഡൻ്റ് ആണ്, അവിടെ നിന്ന് കയറും, എൻ്റെ സ്ട്രാറ്റജി പേര് അവിടെ നിന്ന് കയറാറുണ്ട് തന്നെ. ഒരു ട്രേഡും കൂടെ അങ്ങോട്ട് എടുത്തു പോകുക ആ ഏരിയ തന്നെ SL അടിക്കുമ്പോൾ. പിന്നെ വീണ്ടും SL അടിക്കുമ്പോൾ പിന്നെയും ഞാൻ എടുത്തു പോവാണ്. ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേക്ക് തന്നെ പോകുമ്പോൾ എൻ്റെ തീരുമാനങ്ങൾ റോങ് ആവില്ലല്ലോ എന്നുള്ളൊരു സംഭവം അതിൽ നമ്മൾ എടുത്തു പോവാണ്. ഞാൻ ഈ വലിയ എന്താ പറയുക സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യമാണ്, ട്രേഡിങ്ങിൽ നമ്മൾ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ പഠിക്കുന്നത് നഷ്ടം വരാതിരിക്കാനാവരുത്. മാർക്ക് ഡഗ്ലസിൻ്റെ ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സ്ട്രാറ്റജി നമ്മൾ നഷ്ടം വരരുത് എന്നുള്ള മൈൻഡ് സെറ്റിൽ പഠിക്കുമ്പോഴാണ് പ്രശ്നം വരിക. നഷ്ടവും ലാഭവും ഇതിൽ വരും എന്നുള്ളൊരു മൈൻഡ് ആദ്യം ബ്രെയിനിൽ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. അത് നമുക്ക് ഗ്രാജ്വലി നമുക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൻ്റെ ഒരു സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് പൊരുതി ഉണ്ടായ മനുഷ്യർ സർവൈവ് ചെയ്ത് വന്നതാണല്ലോ, ഇത്രയും മൃഗങ്ങൾക്കിടയിലും മറ്റതൊക്കെ. അപ്പോൾ ആ സർവൈവ് ചെയ്ത സമയത്ത് നമ്മളുണ്ടായ ഒരു ബ്രെയിൻ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിനെ നിങ്ങൾ തരണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് റൂളുകൾ നിങ്ങൾക്ക് പാലിക്കാം. അത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചെറിയ പോയിൻറ്റ്സാണ്. ഈ ചെറിയ പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാവാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഉറപ്പാണ്. അപ്പോൾ ഇമ്പൾസീവ് ട്രേഡർ ആവരുത് എന്നുള്ളത്, അതിനുള്ളൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞത് എങ്ങനെ ഇമ്പൾസീവ് ട്രേഡർ ആവാൻ. എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. നടന്ന് വരെ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയേ, മൂത്രം ഒഴിക്കാൻ പോയേ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയെ, എന്താണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ സാധനം ചെയ്യുക. അത് ചെയ്തിട്ട് ഇനി മാർക്കറ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഈ ഒരു എർജിനല്ല ട്രേഡ് ഇങ്ങനെ എടുക്കാനുള്ളൊരു ഒരു ത്വര, ആ ത്വര അങ്ങ് കുറച്ചൊക്കെ കുറഞ്ഞ് വരും. അങ്ങനെ കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഒരിക്കലും നിങ്ങളൊരു ഇമ്പൾസീവ് ട്രേഡർ ആവരുത്. അങ്ങനെയുള്ള മൈൻഡുള്ള ആളുകൾ എപ്പോഴും ഒറ്റ ട്രേഡ് കഴിഞ്ഞാൽ, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ട്രേഡിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z, ട്രേഡ് എടുക്കുന്ന ഒരു സെക്കൻഡ് മുമ്പ്, ഒരു 10 സെക്കൻഡ് മുമ്പ് ഉറപ്പിക്കണം നമ്മൾ. എൻ്റെ റിസ്ക് ഇതിൽ ഇത്രയാണ്, എൻ്റെ റിവാർഡ് ഇതിൽ ഇത്രയാണ്, ഇത് എനിക്ക് എൻ്റെ എൻട്രി സെറ്റപ്പ് പ്രകാരമാണോ വരുന്നത്, ഒക്കെ നമ്മുടെ മൈൻഡിൽ ആ സമയത്ത് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ക്ലിക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് മുമ്പും കൂടെ ഒന്നും കൂടെ ആലോചിക്കുന്നത് എൻ്റെ പ്രോപ്പർ ട്രേഡ് തന്നെയാണോ. അങ്ങനെയാണെങ്കിൽ ആ ക്ലിക്ക് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ എത്തുന്ന സമയത്ത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മാർഗ്ഗം. അപ്പോൾ ഇമ്പൾസീവ് ആവാതിരിക്കുക. ഒരു ട്രേഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി കുറഞ്ഞു വരും. പിന്നെ ഓരോ ട്രേഡ് കഴിയുമ്പോഴും നമുക്ക് ജേണൽ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ആ ഒരു ഇമ്പൾസീവ് ഉള്ള ഒരു എന്താ ട്രേഡ് ചെയ്യാനുള്ള ആക്രാന്ത ആളുകളുടെ ഒരു സംഭവം കുറച്ച് കുറയും. ഇപ്പോൾ ഒരു ട്രേഡ് നിങ്ങൾക്ക് നഷ്ടം വരികയോ ലാഭം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക, ഞാൻ എടുത്ത എൻട്രി ഏരിയകൾ എവിടെയാണ്, എൻട്രി പോയിൻ്റ് എത്രയാണ്, എത്ര പോയിൻ്റ് എനിക്ക് ടാർഗറ്റ് കിട്ടി, ലോസ് എത്ര വന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര വന്നത് എഴുതി വെക്കുക. ഞാൻ ട്രേഡ് എടുക്കാനുള്ള കാരണം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് എഴുതി വെക്കാം. അത് എഴുതി വെക്കുന്നത് നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ജേണൽ എഴുതുന്ന കൂടെ തന്നെ നമുക്ക് എപ്പോഴും കയ്യിലുണ്ടാവേണ്ട ഒരു സാധനമാണ്, നമുക്കുള്ളൊരു റൈറ്റിങ്സ് എപ്പോഴും നമുക്ക് വേണം. ഒരു നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം നമ്മളെ ഈ സ്ട്രാറ്റജി എന്താണ്, ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്, കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയത് ഇത്രയാണെന്നൊക്കെ നോട്ടിൽ എഴുതി വെക്കണം. പിന്നെ സ്ട്രാറ്റജിയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എഴുതി വെക്കണം. ജസ്റ്റ് സ്ട്രാറ്റജി എഴുതി വെക്കില്ല, ഈ സ്ട്രാറ്റജി ഞാൻ ഇങ്ങനെ ഒരു പോയിന്റും കൂടെ വന്നു കഴിഞ്ഞാലേ ഞാൻ എടുക്കുകയുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾ സ്ട്രാറ്റജിയിൽ മോഡിഫൈ ചെയ്ത് ഒരു സ്ട്രാറ്റജി ആക്കി എടുത്തത്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം.
അതായത് ഇന്ന സാഹചര്യം വരുമ്പോഴേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ, ഇന്നത് മാത്രം വന്നിട്ട് കാര്യമില്ല, ഇതും കൂടി വരണം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ എന്നുള്ള നോട്ട് എഴുതിയിട്ട് അത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഒരു ബുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സ്ട്രാറ്റജീൻ്റെ ഒരു ബുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജേണൽ എഴുതി വെക്കുന്ന ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ എക്സലിൽ എഴുതി വെച്ചാലും മതി. കറക്റ്റായിട്ട് എന്താണ് സ്ട്രാറ്റജി, അത് എന്തൊക്കെ പോയിൻ്റാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എഴുതി വെക്കാം. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ജേർണലിങ്ങിന് കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് എഴുതി വെക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്തത്. അതിനുശേഷം ഒരു കോളത്തിൽ എഴുതുക എന്തൊക്കെയാണ് അന്നത്തെ ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ സംഭവിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാർക്കറ്റ് വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ. അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ കുറേ ദിവസം എഴുതി വെക്കുമ്പോൾ തുടർച്ചയായിട്ട് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ആ മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ കൊണ്ടുവരണം. കാരണം ഈ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ എൻട്രി എടുക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ റിസൾട്ട് കൂടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റ് എല്ലാ ദിവസവും കാലങ്ങളോളം ഒരേ സ്ട്രാറ്റജിയിലോ അല്ലെങ്കിൽ ഒരു രീതിയിലായിരിക്കുമല്ലോ മാർക്കറ്റ് വർക്ക് ചെയ്യുക. മാർക്കറ്റിൽ വളരെ മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസിൻ്റെ കൂടെ നമുക്കും പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള എഴുത്തുകൾ നമ്മളെടുത്ത് വേണം. നമ്മൾ എഴുതി വെക്കണം മാർക്കറ്റിൽ. അങ്ങനെ ഒരാഴ്ച നമ്മളിങ്ങനെ എഴുതി വെക്കണം. നമുക്ക് തോന്നും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പാറ്റേൺ വന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ഒരു സംഭവം മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. എഴുതാതിരുന്നാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കില്ല. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ മാറ്റത്തിനനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ള വലിയൊരു പോയിൻ്റായാലും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഫ്രഷ് ഡേ ആയിട്ട് എടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുമ്പോൾ വെച്ചാൽ തലേ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാത്ത വലിയ നഷ്ടം വരുമ്പോൾ അടുത്ത ദിവസം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യം അതിനെ എങ്ങനെ റീകവർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അത് നിങ്ങൾക്ക് വലിയ നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ സാധനം ഒഴിവാക്കണമെങ്കിൽ ആദ്യം നമ്മൾ വിചാരിച്ച പോലെ 2 ട്രേഡ് 2 SL അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ഇമോഷണൽ പ്രശ്നം അവിടെ വരുമല്ലോ. നെക്സ്റ്റ് ഡേ നമുക്കൊരു ഫ്രഷ് ഡേ ആക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ തുടക്കം എന്താ വെച്ചാൽ ഓവർ ട്രേഡ് ഇത് വലിയ നഷ്ടം വരുത്തുമ്പോഴാണ് അടുത്ത ദിവസം ഫ്രഷ് ഡേ ആക്കി എടുക്കാൻ പറ്റാത്തത്. നമുക്ക് ഒരു ദിവസം വലിയ ലോസ് വന്നിട്ട് അത് റിക്കവർ ചെയ്യാൻ ചെയ്യുമ്പോൾ അതിനും വലിയ ലോസാണ് വരിക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഫ്രഷ് ഡേ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും കാണാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ പ്രീ പ്ലാൻ ചെയ്ത നഷ്ടങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്കത് അതിൽ വലിയ പ്രശ്നം വരാതിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ചിലതൊക്കെ എഴുതി വെച്ച് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ എനിക്ക് അറിയുന്ന പോയിന്റ് പോലും ചിലപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയൊക്കെ നമ്മൾ ലൈവ് സെഷനൊക്കെ വരുന്ന സമയത്ത് പറയാം. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിപ്പോൾ സെബിൻ്റെ ഒരു പുതിയ റൂൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇനി അങ്ങനെയൊക്കെ പറയണ കേട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലൈവ് ട്രേഡ്സ് നടക്കുക ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എല്ലാവരും പക്ഷേ വളരെ ശ്രദ്ധിച്ചെടുക്കുക ട്രേഡിൽ നിങ്ങൾ വലിയൊരു നഷ്ടം വരുത്തുന്ന ആളായിട്ട് മാനസിക പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കാനുള്ള ശ്രമിക്കുക. അതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നഷ്ടത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ ഒന്നുകൂടി പേപ്പർ ട്രേഡ് ചെയ്ത് ഇതിലേക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വരിക. എൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ്, എനിക്ക് എന്താണ് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആവുന്നുണ്ടോ, റിയൽ മണി വെച്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആവുന്നില്ലേ, എവിടെയായിരിക്കും എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഓരോ ട്രേഡിലും റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എല്ലാവർക്കും എന്നുള്ളതാണ്. കാരണം തുടർച്ചയായി 4 ദിവസം SL അടിച്ചാലും ചിലപ്പോൾ വലിയ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യണം. എങ്ങനെയാണ് ആളുകൾ പറയുന്നത് സ്ട്രാറ്റജി ശരിയല്ല എന്നുള്ളത് പറയാൻ കാരണം ആളുകൾ എപ്പോഴും പറയുന്നൊരു പോയിന്റ് എന്താ വെച്ചാൽ ചിലപ്പോൾ 2, 3, 4 ദിവസം അവർ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുണ്ടാവും. 5ാമത്തെ ദിവസം ചിലപ്പോൾ SL ആയപ്പോൾ അവർക്ക് മടുത്തിട്ടുണ്ടാവും, അത് ചെയ്തിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ വേണ്ടാന്നുള്ളതിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പണവുമായി റിലേറ്റഡ് ആയതുകൊണ്ട് തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നില്ല, നമുക്ക് മാറ്റി ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഇനി നഷ്ടങ്ങൾ വരുത്തിയ ആളുകളാണെങ്കിൽ പേപ്പർ ട്രേഡിലേക്കൊന്ന് ഇറങ്ങുക. പേപ്പർ ട്രേഡിൽ ഇമോഷണൽ ഇല്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കാമല്ലോ. എൻ്റെ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ്, എൻ്റെ ഇമ്പൾസീവ് ട്രേഡ്സിൻ്റെ സംഭവം അതൊക്കെ കുറച്ച് ആദ്യം വരാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ ഓരോ ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും മാർക്കറ്റിനെ നന്നായിട്ട് കാണുക. നിങ്ങളെ നഷ്ടം വരാൻ ഒരുപാട് സാധ്യതകളുള്ളൊരു മേഖലയാണ്. നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാൻ വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ട്രേഡിങ്ങിനെ നിങ്ങൾ ഒരു കരിയറാക്കി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. സെക്കൻഡറി അതായത് ഒരു ഈ സൈഡ് ഇൻകം പോലെ ഉണ്ടാക്കാനുള്ളൊരു സംഭവമായിട്ട് കണ്ടാലും മതി. കാരണം പലർക്കും ട്രേഡിങ്ങിൽ കരിയർ ആക്കാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കരിയർ ആക്കണമെന്നുള്ള ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാരണം എന്താ വെച്ചാൽ നമുക്ക് കരിയർ ആക്കണം എന്ന് ട്രേഡിങ്ങിനെ സമീപിക്കുമ്പോൾ എന്താ പ്രശ്നം വരും, ആളുകൾ മാസമുള്ള EMIയും മാസത്തിൻ്റെ കുടുംബത്തിൻ്റെ ചിലവും ഒക്കെ ഇതിൽ നിന്ന് കയറും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പം
നമുക്ക് കിട്ടും, കിട്ടാതല്ല. പക്ഷേ അതൊരു മാസത്തിൽ എത്ര വരുമോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ എത്ര വരുമോ ഒന്നും ഇതിൽ പ്രഡിക്റ്റബിൾ അല്ല. നല്ല റിസ്ക് റിവാർഡും പ്രോപ്പർ മാനേജും ഡിസിപ്ലിനൊക്കെ ഉള്ള ആളുകൾക്ക് പ്രോഫിറ്റബിൾ ആവും ഒരു ലോങ്ങർ റണ്ണല്ലേ. പക്ഷേ എല്ലാ മാസവും ഇത്ര കിട്ടും അന്നുള്ളൊരു ചിന്ത ട്രേഡിങ്ങിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി. അപ്പോൾ കരിയർ ആക്കണം എന്നുള്ള ആളുകൾക്ക് വേറെയും ഇൻകം ഉണ്ടെങ്കിൽ ഇതിന് നമുക്ക് കരിയർ ആക്കാൻ പറ്റുള്ളൂ. ഇതിൽ ലോസും വരും. ചില മാസങ്ങൾ നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ നമുക്ക് മാനസിക സ്ട്രെസ്സ് വന്നിട്ട് ട്രേഡിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ. അപ്പോൾ സെക്കൻഡറി ഇൻകം ആക്കിയിട്ട് എന്താ പ്രൈമറി വേറെ എന്തെങ്കിലും ഇൻകം ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവരുടെ റിസ്ക് മാനേജ് ചെയ്യാൻ മീൻസ് ട്രേഡ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിങ് മാത്രമായിട്ടൊരു കരിയർ എന്നുള്ളത് ഇച്ചിരി പാടാണെന്നുള്ള പറയാൻ കാരണം. അപ്പം കുറച്ചും കൂടി നമ്മൾ സെറ്റിൽ ഡൗൺ ആയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. കാരണം നമുക്ക് വേറെയും വരുമാന മാർഗം അല്ലെങ്കിൽ വേറെ ഒരു ഇന്ന എമൗണ്ട് നിശ്ചിത എമൗണ്ട് അവിടെ ഉണ്ട്, നഷ്ടം ഫാമിലിക്ക് ഈ ഒരു മാസം 2 മാസം കിട്ടിയില്ലെങ്കിലും എന്നുള്ളൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ്. അതിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, ബൈ.